കാനഡയിലെ ഒണ്ടാരിയോ പ്രവിശ്യയിലെ ടൊറൻറ്റോയ്ക്കടുത്ത് സ്യൂമേരി എന്ന സ്ഥലത്തെ ഒരു ബീച്ചിലാണ്. അധികം ആഴമില്ലാത്തൊരു ബീച്ചാണ്, വളരെ പരപ്പുള്ള ബീച്ചാണ്, വളരെ ക്ലിയറായ ഒരു ബീച്ചാണ്. ഇവിടെ വേസ്റ്റുകളും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല. നല്ല രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. നല്ല ചൂടുള്ള സമയത്ത് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. വലിയ ആഴമില്ലാത്തതുകൊണ്ട് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അത് നീന്തുന്നുണ്ട്. അതുകൊണ്ട് കൊച്ചുകുട്ടികൾ അങ്ങ് ദൂരേക്ക് നോക്കി കൊച്ചുകുട്ടികൾ ഏറെ അകലെ പോയി കളിക്കുകയാണ്. ചെറിയ വള്ളത്തിൽ പോകുന്നവർ അകലെ ചെറിയ വള്ളത്തിൽ പോകുന്നവരുണ്ട്. വിവിധ ദേശക്കാരും വിവിധ ഭാഷക്കാരുമായ ഒട്ടനേകം ഇതിന് വന്ന് നിൽപ്പുണ്ട്. ഇതോടുകൂടി ഓരോന്നിനും ഓരോ ചെറിയ ക്യൂബിക്കിൾസ് പോലെ ഒരു കാണിച്ചു കല്ലുകൊണ്ട് കെട്ടി ആ തരത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ സമൃദ്ധമായ മരങ്ങളുണ്ട്. ഇത് എയർപോർട്ട്, സ്യൂമേരി എയർപോർട്ട്, ഡൊമസ്റ്റിക് എയർപോർട്ടിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ ഒരു ഭാഗം വളരെ ആഴമേറിയ ഭാഗമാണ്. അത് വളരെ നീല നിറത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ നല്ല ലൈറ്റുണ്ട്. ദൂരെ നിന്ന് ബോട്ടുകൾ വരുന്നതായിട്ട് കാണാം. സ്യൂമേരി എന്ന സ്ഥലത്തെ എയർപോർട്ടിന് തൊട്ടടുത്തുള്ള ഒരു ബീച്ചാണിത്. ഈ ഒരു ഭാഗം ബീച്ചും ഇതിനപ്പുറവശം കടലിലോട്ട് ചേരുന്ന ഒരു ഭാഗവുമാണ്. വലിയൊരു കടലിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ഭാഗം. ഞങ്ങൾ നിൽക്കുന്ന ഈ ഭാഗം കാനഡയും ഇതിൻ്റെ ഈ വെള്ളത്തിനപ്പുറം US-ഉമാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഒരു ഭാഗമാണ്. അത് വളരെ വിശാലമായി കാണാം. ഇതിൻ്റെ ചില ഭാഗങ്ങളിൽ ചെന്നാൽ ഇച്ചിലൂടെ വിസിബിളായിട്ട് കാണാൻ സാധിക്കും. കുറവുള്ളതുകൊണ്ട് ഇവിടെ ലൈഫ് ഗാർഡൊന്നും ഇല്ല. നാട്ടിലെ ആണെങ്കിൽ റഫ്സി ഉള്ളതുകൊണ്ടായിരിക്കാം നാട്ടിലെപ്പോഴും ലൈഫ് ഗാർഡിൻ്റെ സാന്നിധ്യമുണ്ട്. ഇവിടെ അങ്ങനെ ലൈഫ് ഗാർഡൊന്നും കാണുന്നില്ല. ആഴം കുറവുള്ളതുകൊണ്ട് കൊച്ചുകുട്ടികൾ പോലും അനിയന്ത്രിതമായിട്ട് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ എൻജോയ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. നല്ലതായിട്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ സാധിച്ചു.